ഗായ്സ് MCFFൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് 3 ഗോളായിട്ടാണ്. 3 ഗോൾ എന്തൊക്കെയാണ് ഞാൻ പറയാം. ഫസ്റ്റത്തെ ഗോളെന്ന് വെച്ചാൽ ഡയമണ്ട് കണ്ടുപിടിക്കൽ. രണ്ടാമത്തെ ഗോള് ലാവ കണ്ടുപിടിക്കൽ. മൂന്നാമത്തെ ഗോള് നെതർ പോർട്ടൽ ഉണ്ടാക്കൽ. അതാണ് നമ്മുടെ ഇന്നത്തെ ഗോള്. നെതറിലേക്ക് പോകാൻ നമ്മൾ നെതർ പോർട്ടൽ ഉണ്ടാക്കാനാണ് ഇന്നത്തെ പരിപാടി. ഇവിടെ ഇങ്ങനെയായിട്ടാണ് നെതർ പോർട്ടൽ ഉണ്ടാക്കുന്നത്. ഓടി വരുന്നു, നെതറിലേക്ക് ചാടി കയറുന്നു. അതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ നെതർ പോർട്ടലാണ് ഉണ്ടാക്കുന്ന ലക്ഷ്യം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനം എടുക്കാം. എന്തായാലും ഫസ്റ്റ് ഒരു കല്ലിൻ്റെ പിക്കാക്സ് വേണ്ട വരും. അയണോ അങ്ങനെ വല്ലതും കണ്ടെടുക്കണം. അയൺ നമുക്ക് തീരെ ഇല്ല. കല്ലിൻ്റെ 2 എടുക്കുന്നുണ്ട്. എന്തായാലും പോയിട്ട് അടുത്തുള്ള കേവിൽ നിന്ന് തന്നെ കുറച്ച് കോള് കളക്ട് ചെയ്യാം. അടുത്തിവിടെ ഒരു വലിയ കേവുണ്ട്. ഞാൻ ഇതിൻ്റെ ഈ സർവൈവൽ സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടവർക്കറിയാം. ഫസ്റ്റും സെക്കൻഡും എപ്പിസോഡ് കണ്ടവർക്കറിയാം. അങ്ങോട്ടായിട്ടൊരു കേവുണ്ട്. പിന്നെ ഇവിടെ നേരെ മുമ്പിൽ എനിക്ക് വലിയൊരു കേവുണ്ട്. അവിടെ നമ്മൾ പോയിട്ട് കുറച്ച് കോൾ എടുത്തിട്ട് ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. കാശാണ് നമ്മൾ ഉദ്ദേശിച്ച കേവ്. ഇവിടെ നമ്മൾ ആദ്യം കേവിൽ അതിലേ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടം വരെ. പിന്നെയാണ് മനസ്സിലാവുന്നത് ആ കേവിൻ്റെ ഭാഗമായിരുന്നു ഇതെന്ന്. എന്നിട്ട് നമ്മൾ ഇവിടം വരെ വന്നിട്ട് നമ്മൾ ചത്തു. ആ എപ്പിസോഡ് കണ്ടവർക്കറിയാം. കേവ് എക്സ്പ്ലോർ ചെയ്യുന്ന എപ്പിസോഡ് കണ്ടവർക്കറിയാം. നമ്മളിവിടെ എത്തിയത് അവിടെ ടോർച്ച് വെച്ച് അവിടം വരെ എത്തിയുള്ളൂ. അതിൻ്റെ താഴത്തേക്ക് വിടില്ല. താഴത്തേക്ക് നോക്കിയില്ല. അപ്പോഴത്തേനും ഫുൾ സോംബി വളഞ്ഞ്. ബാക്കി ഇവിടെ എവിടെ നിന്നെങ്കിലും കുറച്ച് കോൾ എടുക്കണം. അവിടെ കുറച്ച് കോളുണ്ട്. അവിടെ നമുക്ക് ആവശ്യമുള്ള കോൾ കിട്ടിയാൽ ചെയ്യും. അപ്പോൾ ഗായ്സ്, ഞാൻ എന്തായാലും ഈ കേവിന്ന് ആവശ്യമുള്ള കോൾ എടുത്തിട്ടുണ്ട്. ആവശ്യമുള്ള അത്ര കോൾ കിട്ടിയില്ല, കുറച്ചേ കോൾ കിട്ടിയുള്ളൂ. പിന്നെ അവിടെ നിന്ന് ഫുൾ സോംബി കയറി വരുന്നുണ്ട്. നമ്മൾ ലൈറ്റപ്പ് ചെയ്ത് അതിലെ കൂടെ തന്നെ കയറാമെന്ന് വെച്ച് നമ്മൾ വീട്ടിൽ പോയിട്ടുള്ള കോൾ വെച്ച് ഉണ്ടാക്കിയിട്ട് നമ്മൾ ടോർച്ചൊക്കെ ആക്കിയിട്ട് കാണിച്ചു. നമുക്ക് ആവശ്യത്തിനുള്ള ലൈറ്റും ആക്സും ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ഒരു ആക്സും കൂടി എടുക്കട്ടെ. ആക്സ് ഉണ്ടാക്കില്ല. ഒരു ആക്സും കൂടി ഉണ്ടാക്കുവാണെങ്കിൽ ഫുഡും എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള. ആക്സ് കുറേ സോംബീസ് ഉണ്ടാവും. 2 ആക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേവിലേക്ക് പോവാണ്. ആക്സ് കയ്യിൽ തന്നെ ഇരിക്കട്ടെ. പിന്നെ ഫുഡും ഉണ്ട് ആവശ്യത്തിലധികം എന്ന് പറയാൻ ഇത് വെക്കട്ടെ. പിന്നെ നമ്മുടെ ഫുഡ് എങ്ങനെ എടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ പശുവിനെ തട്ടി എടുത്ത് എന്തായാലും നൈറ്റ് ആയി. എന്നാൽ നമുക്ക് രാവിലെ ആയിട്ട് പോവാം. എന്തായാലും രാവിലെ ആയിട്ട് നമുക്ക് പോവാം. ഇവിടെ അടുത്ത് തന്നെ കേവ്. അതിലെ കൂടെ ഇറങ്ങണമെങ്കിൽ നല്ല ഡാമേജ് അടിക്കും. അത് പോകും. ഇതിലാണ് കുറച്ച് ചുറ്റി വളഞ്ഞു പോയാൽ മതി. നമ്മുടെ ഫുഡ് എടുത്തതിലോട്ടെ. ഓക്കെ, ഇതിലാണ് നമ്മുടെ വഴി. ഇതിലെയാണ് ഈ കറങ്ങി ഞാൻ എത്തിയിട്ടുള്ളത്. നമ്മൾ ടോർച്ചപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണിച്ചിട്ട് എനിക്ക് സോംബീസ് പോണോണ്ടൊക്കെ ഫുൾ ടോർച്ചപ്പാ. കണ്ടോ ഗൈസ്, ഞാൻ അവിടെ ഫുൾ ടോർച്ചപ്പ് ചെയ്ത് വെച്ചേക്കാണ്. അവിടെ കുറച്ചുകൂടി കോളുണ്ട്, അതും കൂടി എടുക്കാം. കോളും കൂടി എടുത്തിട്ടുണ്ട്. കോൾ ഇനിയും പോകുന്ന വഴിക്ക് എന്തായാലും കിട്ടും. ഞാൻ പോയ അവിടം വരെ എത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടം വരെ എത്തിയിട്ടുണ്ടായിരുന്നു.
ഇവിടെ നിന്നാണ് നമ്മൾ ലാസ്റ്റ് ചത്ത്. ഇങ്ങോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഷീൽഡ് വേണം. അതിന് ഇവിടെ നിന്ന് കുറച്ച് അയൺ കിട്ടുമോ നോക്കട്ടെ. അയണൊന്നും കാണുന്നില്ല. അപ്പോൾ നമുക്ക് അയൺ ഇല്ലാണ്ട് തന്നെ സോംബീനൊക്കെ സർവൈവ് ചെയ്യേണ്ടി വരും. അയണിൻ്റെ തന്നെ ഷീൽഡ് ഉണ്ടാക്കായിരുന്നു. നമുക്ക് നോക്കാം. ഇവിടെ ലാവുണ്ട് ഗൈസ്. സോംബി 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 സോംബി. അവനേലും കയറി വരാൻ പാടില്ല, അതാണ് നമ്മുടെ ലക്ഷ്യം. അയ്യോ പാവ സോംബി. ക്രീപ്പറിനെല്ലാം ഇതാണ് ഇത്ര വളർന്നു. ക്രീപ്പറിനൊക്കെ പൊട്ടിച്ചേൽപ്പിക്കണം നമുക്ക്. അടുത്ത സോംബി വന്നു. എന്തായാലും ഞാൻ ഇവിടെ നിന്ന് ക്ലിയർ ചെയ്യാൻ പറ്റുമോ നോക്കിയിട്ട് കാണിച്ചു തരാം. ചത്തിരിക്കുന്നു. എന്തായാലും ഞാൻ ഒന്നുകൂടി അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അവിടെ നിന്ന് ഫുള്ള് ലൈറ്റപ്പ് ചെയ്ത് അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ് നമ്മളെന്തായാലും ആ കേവ് നമ്മൾ അത്യാവശ്യം ആ കേവ് അവിടം വരെ ക്ലീൻ ആക്കിയിട്ട് കണ്ട. അതിൻ്റെ അപ്പുറത്തേക്കും കേവ് ഉണ്ട്. നമ്മളിവിടെ നോക്കാൻ വേണ്ടി പിന്നെ ഷീൽഡ് നമ്മുടെ അടുത്തുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വൃത്തിയാക്കി കൊണ്ട് ഷീൽഡ് ഇടാത്തതിന് ഓക്കെ ഷീൽഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് അയൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ഇവിടുന്ന് ഈ കാണുന്ന പോർഷനില്ലേ, ഇതാ ഇവിടുന്ന് ഇവിടെ ഒറ്റ അയൺ ഉണ്ടായിരുന്നു. പിന്നെ ബാക്കിയെല്ലാം ഞാൻ അങ്ങനെ എടുത്താണ്. രണ്ടായൺ ഉണ്ടായിരുന്നു തോന്നുന്നു. നമ്മളത് ഉരുക്കാൻ വെച്ച് ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിവിടെ ലാവ എടുക്കാൻ വേണ്ടി വെള്ളം എടുക്കാൻ മറന്നുപോയി. എന്നിട്ട് അതാ വേണ്ട സോംബികൾ ഇവന്മാരും അവിടെ ഉള്ളതുകൊണ്ട് ചില സാധനം കണ്ടു ഗൈസ്. എമറാൾഡ് കണ്ടു ഗൈസ്. എമറാൾഡ് കണ്ടു. അമ്മമാർ വരുന്ന വഴിക്ക് ഞാൻ എമറാൾഡ് ഗൈസ്. അതിന് എൻ്റെ പിക്കാക്സാണ്. എമറാൾഡ് കിട്ടി കാശ്. ഇവിടെ നിന്നാണ് അവന്മാർ വന്നത്. ഇവിടെ ടോർച്ച് വെച്ച് അവന്മാർ വീണ്ടും പോകണം. വീണ്ടും എമറാൾഡ് ഗൈസ്. ഓക്കെ ഗൈസ്, കാശ് ഡയമണ്ട് കിട്ടി ഗൈസ്. ഓ നമ്മളുടെ ഇന്നത്തെ ഫസ്റ്റ് കോളായി ഡയമണ്ട്. ഓ കാശ് നമ്മുടെ ഭാഗ്യം നോക്ക് ഗൈസ്. ഓ പച്ചാത്തേനെ നമ്മുടെ ഭാഗ്യം നോക്ക് ഗൈസ്. എത്ര ഡയമണ്ട്? 3 ഡയമണ്ട് ആണ് ഇതേ. എമറാൾഡ് ഗൈസ് അല്ല ഡയമണ്ട് ഗൈസ്. അയ്യേ ഈ ഒരു ഡയമണ്ടാ ഇങ്ങനെ. അയ്യേ ഒരു ഡയമണ്ടായിട്ട് അവിടെ ഉള്ള ഗൈസ്. ഒറ്റൊരു ഡയമണ്ട്. അതിന് ഞാൻ അപ്പോഴത്തേനും വീട്ടിൽ പോയിട്ട് ഒരു അയണിൻ്റെ ആക്സും ഇവിടുന്ന് കുറച്ച് അയൺ എടുത്തിട്ട് താഴോട്ടുള്ള കേവിലേക്ക് കുറച്ച് അയൺ ഉണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ. അവിടുന്ന് കുറച്ച് അയൺ എടുത്തിട്ട് പോയിട്ട് സ്മെൽറ്റ് ചെയ്തിട്ട് ബക്കറ്റ് ഉണ്ടാക്കി കുറച്ച് വെള്ളവും ഇങ്ങോട്ടും കൂടി പോയി നോക്കിയിട്ട് അവിടെ ഉണ്ടെന്ന് തോന്നുന്നു, അറിയില്ല. നമ്മൾ കുറച്ച് അയണും എടുത്തിട്ട് നമ്മൾ ഇതെടുക്കാൻ വരുന്നതാണ്. വെള്ളവും ബക്കറ്റൊക്കെ ഉണ്ടാക്കി എടുത്തിട്ട് വന്നിട്ട് ഇപ്പോൾ ഗായ്സ് നമ്മളെന്തായാലും
അതിൻ്റെ പിക്കാക്സ് വെച്ച് എമറാൾഡും ഡയമണ്ടും എടുക്കണമെന്നുണ്ട്. നമുക്ക് ആകെ ഒന്നേ കിട്ടിയിട്ടുള്ളൂ. ഒറ്റൊരു ഡയമണ്ടേ കിട്ടിയുള്ളൂ. ആ ഒരു പെട്ടിയിൽ നിന്ന് ഒറ്റൊരു ഡയമണ്ടാണ് കിട്ടിയ. പക്ഷേ എന്തായാലും നമ്മൾ ഒരു ബക്കറ്റ് വെള്ളം എടുത്തുള്ളൂ. നമുക്ക് ആക്കി എടുക്കാം വെച്ചിട്ടാണ് എടുത്തത്. കുറച്ചാണ് കിട്ടിയത്. നമുക്ക് ഇത് മതിയാവുമെന്ന് തോന്നുന്നു. നോക്കട്ടെ, കുറച്ച് ടോർച്ച് വെക്കട്ടെ. ടോർച്ചൊക്കെ തീർന്നത് ഇവിടെ ലൈറ്റപ്പ് ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ടോർച്ചൊക്കെ തീർന്നത്. എന്തായാലും അവിടെ ടോർച്ച് എടുത്ത് വെക്കട്ടെ. അതായത് ഞാനിത് പൊട്ടിച്ചെടുത്തിട്ട് കാണിച്ചു തരാം ഗായ്സ്. ഞാനിത് അയണിൻ്റെ ആക്സ് വെച്ച് പൊട്ടിക്കാൻ നോക്കുന്നു. അയണിൻ്റെ ആക്സ് വെച്ച് പൊട്ടൂലല്ലോ ഗായ്സ്, നിങ്ങൾക്ക് അറിയാലോ. അയണിൻ്റെ ആക്സ് വെച്ച് പിന്നെ ഗായ്സ് അയണിൻ്റെ ആക്സ് വെച്ച് പൊട്ടില്ല. എന്തായാലും നമ്മളെന്തായാലും അതിൻ്റെ നടുക്കുണ്ടായിരുന്ന കല്ല് പൊട്ടിച്ച് നമുക്ക് ഒന്നുകൂടി അത് ഉണ്ടാക്കാനുണ്ട്. കുറച്ചുകൂടി വേണ്ട വരും. അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി അത് കല്ലായി. അയ്യോ, നമ്മൾ നേരിട്ടങ്ങ് വെച്ചു. എവിടെ ഉണ്ടാകട്ടെ ഗൈസ്. ലാവ് കഴിഞ്ഞു തോന്നുന്നു ഗൈസ്. കഴിഞ്ഞു ഗൈസ്. എന്തായാലും നമുക്ക് ഒരു ഡയമണ്ടേ കിട്ടിയുള്ളൂ. നമ്മളെന്തായാലും അവിടെ നിന്ന് ഇതൊന്ന് ഫുള്ള് അവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാകുമെന്ന് നോക്കട്ടെ ഗൈസ്. നമുക്ക് ഇത് വന്ന് എടുക്കാം. ലാപ്പിസ് നമുക്ക് ആർമർ ഉണ്ടാക്കാം. ലാപ്പിസ് അല്ല, എന്തായാലും നോക്കിയിട്ട് പറയാം. സാധനം എന്തായാലും എടുക്കണം. ഇത് വെച്ച് നമുക്ക് ആർമറും കത്തിയും പുതിയ അപ്ഡേഷനിൽ അതൊക്കെ ആവാൻ പറ്റും. ഇവിടെ എന്തോ കണ്ടല്ലോ. ഇതാണ് ഈ വെട്ടം തരുന്നത്. അല്ലല്ലോ, പിന്നെ അങ്ങനെ അവിടെ വെട്ടം കിട്ടുന്നോ? ഇവിടെ വെട്ടമില്ല ഗായ്സ്. കിട്ടി ഗായ്സ്. ഗായ്സ്, ഒരു ഗെയിം ഞാൻ വിചാരിച്ചു ഒറ്റൊന്ന് എന്താ ഇങ്ങനെയൊക്കെ മൈൻക്രാഫ്റ്റ് തന്നെ. ഈ സന്തോഷമായി. അയ്യോ, വീണ്ടും ഒറ്റൊന്നാണോ? വല്ല രണ്ടര. എന്തൊരു ദാരിദ്ര്യ. കറക്റ്റാ തരുള്ളൂ. എന്തൊരു ദാരിദ്ര്യം പിടിച്ച ഗെയിമാ. കുറച്ചാ തന്നത്. കുറച്ച് 3 ഒരു 5-6 തരുമായിരുന്നു. എനിക്ക് ആർമറോ കത്തിയോ ആക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കായിരുന്നു. കറക്റ്റ് 3. ഒരു ആക്സ് ഉണ്ടാക്കാൻ പാകത്തിന്. എന്തായാലും നമ്മുടെ ഇന്നത്തെ ഗോളിൽ എല്ലാം കംപ്ലീറ്റ് ആകും എന്ന് തോന്നുന്നു വയസ്സ്. ഡയമണ്ട് കിട്ടി, നമുക്ക് ലാവ കിട്ടി. ഇനി എന്താ ഉള്ളത്? നെതർ പോർട്ടൽ ഉണ്ടാക്കണം. നെതർ പോർട്ടലും ഉണ്ടാക്കണോ? മറ്റേ സാധനം വേണം അല്ലേ? അതൊന്നും എടുക്കട്ടെ. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഞാൻ എന്തായാലും ഇത് എടുത്തിട്ട് കാണിച്ചു തരാം. ഇത് എടുക്കൽ ഭയങ്കര പണിയാണ്. എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ്, നമുക്ക് ആവശ്യമുള്ള ഇത് എടുത്തിട്ടുണ്ട്. സ്റ്റോണ് 15 കിട്ടി. ബാക്കി എന്നിട്ടും ബാക്കിയാണ്. അപ്പോൾ നമ്മളെന്തായാലും വീട്ടിൽ പോയിട്ട് നമ്മളെന്തായാലും വന്നല്ലേ. എമറാൾഡ് വെച്ച് വലിയ യൂസൊന്നുമില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം. നൈറ്റല്ല ഗൈസ്, ഭാഗ്യം. നമ്മൾ ഇപ്പോൾ നല്ല പവർ പിക്കാക്സിലായുള്ള ഷൂ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ നമ്മളെന്തായാലും വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം. അല്ല, വീട്ടിലെത്തിയിട്ട് കാണിക്കണം. എന്തായാലും നമ്മൾ ഇതിലേ പോകല്ല. എന്തായാലും നമുക്ക് ഒരുമിച്ച് അങ്ങ് പോകാം. ചാവാണ്ട് എത്തിയാൽ മതിയായിരുന്നു മാത്രമേ ഉള്ളൂ. ധൃതി എനിക്ക്. മെല്ലെ ആക്രാന്തം വേണ്ടാന്ന്. എന്നാലും ഡയമണ്ട് കിട്ടി എനിക്ക് എന്തായാലും സന്തോഷമായി. നിങ്ങൾക്ക് ഞാൻ എന്തായാലും ഈ വീഡിയോ ചിലപ്പോഴേ ഇടുവാനുണ്ടായിരുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഡയമണ്ട് കിട്ടിയില്ലേ പിന്നെ എന്തായാലും ഉണ്ടാക്കാൻ ഈ സാധനം ലാവ കിട്ടിയിട്ടും കാര്യമില്ല. ലാവയൊക്കെ വേഗം കിട്ടും, പക്ഷെ ഡയമണ്ടാണ് വേഗം കിട്ടാത്തത്. എന്തായാലും ലാവയും കിട്ടി ഡയമണ്ടും കിട്ടിയെന്ന് വന്നപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ റെക്കോർഡ് ചെയ്യാൻ റെക്കോർഡ് ചെയ്യാൻ വെച്ചിട്ടാണ് ആക്കിയത്. വെള്ളമെല്ലാം കേവിലേക്ക് പോയാൽ ലൈറ്റൊക്കെ പോവും. ഭാഗ്യം. ചാടിയതായിട്ട്. എന്തായാലും നമുക്ക് വീട്ടിലേക്ക് എത്തിയിട്ട് കാണിച്ചു തരാം.
പൈസ എന്തായാലും നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ എന്നിട്ട് നമ്മുടെ അടുത്ത് ചാർക്കോൾ ഉണ്ടോ നോക്കട്ടെ. ചാർക്കോൾ അല്ല, വേറൊരു സാധനമുണ്ട്, തീപ്പെട്ടി ഉണ്ടാക്കാനായിട്ടുള്ളൊരു. എന്തായാലും നമുക്കിത് ഉണ്ടാക്കാം. നമ്മളിവിടെയാണ് ഉണ്ടാക്കുന്നത്, നോക്കട്ടെ. ഇങ്ങനെ വെക്കാൻ പറ്റില്ല. ഒരു കട്ടയും കൂടി അങ്ങോട്ട് വെക്കണം. എന്തായാലും എന്തായിരിക്കും നമ്മുടെ ഇത് എത്ര വെക്കാന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അയ്യോ ഗൈസ്, ഇതെന്താ ഞാൻ കാണിക്കുന്നത്? 15 എടുത്ത്, കറക്റ്റ് 15 എടുത്ത്. കൂടി ഒറ്റ ഒന്ന് എക്സ്ട്രാ ഞാൻ വിചാരിച്ചു ഒരു 12 എടുത്താൽ മതി എന്നൊക്കെ വിചാരിച്ചു. കണ്ട, കറക്റ്റ്. ഫ്ലിൻറ്റ് വേണം. ഞാൻ എന്തായാലും ഫ്ലിൻറ്റ് എടുത്ത് നോക്കി. ആ സാധനം, ഫ്ലിൻറ്റ് എടുത്തിട്ട് അല്ല, വേറൊരു ഗ്രേ മണൽ പോലത്തെ ഒരു സാധനം, അത് ഗ്രേ സാൻഡോ അങ്ങനെ എന്തോ ഒരു സാധനമുണ്ട്. അത് ഞാൻ ഒന്ന് എടുത്തിട്ട് കാണിച്ചു തരാം. ഗായ്സ്, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു ഗ്രേ സാൻഡ്. ഇതെടുക്കൽ പണിയാ ഗൈസ്, പ്രത്യേകിച്ച് വെള്ളത്തിൻ്റെ അടി. ചത്തേനെ ഗൈസ്. നമുക്ക് ഗ്രേ സാൻഡ് കിട്ടിയിട്ടുണ്ട്. ഇതിഞ്ഞി കിട്ടി നമുക്ക്. ഇതായിരുന്നു വേണ്ടത്. ഗ്രേ സാൻഡ് പൊട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടിയാന്ന് തോന്നുന്നു. ഇത് ഗ്രേ സാൻഡ് പൊട്ടിച്ചാൽ ഇതാണ് കിട്ടുക, ഇതാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഫ്ലിൻറ്റ് സ്റ്റീൽ വെച്ച് അത് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. നമ്മുടെ ഈ ഗ്രേ സാൻഡ് നമ്മൾ അങ്ങോട്ട് വെച്ചിട്ട് അയൺ എടുക്കണം. നമ്മൾ നേരത്തെ കേവിന്ന് ആക്സ് ഉണ്ടാക്കാൻ ഞാൻ കിട്ടിയ അയൺ പകുതി ഒരുക്കുള്ളൂ. ആവശ്യം വരുമ്പോൾ ഒരുക്കാന്ന് വെച്ചാൽ അപ്പോൾ അയണും വേണം തോന്നുന്നു അത് ഉണ്ടാക്കാൻ. എനിക്ക് കാണിക്കുന്നില്ലല്ലോ അത് ഉണ്ടാക്കാൻ. അതെവിടെ? അതാ. അപ്പോൾ ഇതാണ് സാധനം. അപ്പോൾ നമ്മുടെ എൻഡിലേക്ക് പോകുന്നത് ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മളിത് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ നേരെ ഓടി വരുന്നു. ഇങ്ങനെ ഓടി വന്ന് ഒറ്റ ചാട്ടം കയറി നിൽക്കുന്നു. ഞാനത് കയറി നിൽക്കാൻ പറ്റില്ല. നമ്മൾ കയറി നിൽക്കുന്നു, ഏതറിലേക്ക് പോകുന്നു. ഇപ്പോൾ പോയാൽ നമ്മുടെ സാധനങ്ങളെല്ലാം പോകും. എന്തായാലും ഒറ്റ സാധനം ഇല്ലാണ്ട് അങ്ങോട്ടൊന്നും പോയി കാണിച്ചില്ല. അല്ല, ഞാനിന്ന് പോയി കാണിക്കില്ല, അത് സസ്പെൻസ് ആയിരിക്കട്ടെ. എന്താണെന്ന് വെച്ചാൽ ഞായറാഴ്ചത്തെ വീഡിയോയിൽ വരുന്നതാണ്. നമ്മൾ എൻ്റെ സിറ്റിയിലേക്ക് പോകുന്നത് ഞായറാഴ്ചത്തെ വീഡിയോയിലേക്ക് വരുന്നതാണ്. ഇത് ശനിയാഴ്ചത്തേക്കുള്ള വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തതാണ്. ഇപ്പോഴും ഒരാശയം തോന്നി ഞായറാഴ്ചത്തേക്ക് എൻ്റെ സിറ്റിയിലേക്ക് ഉള്ള ഇതാക്കിയാലോ. അപ്പോൾ നമ്മൾ ഞായറാഴ്ച ആയിരിക്കും എൻ്റെ സിറ്റിയിലേക്ക് പോകാൻ പോകുന്നത്. എൻ്റെ സിറ്റി അല്ല, ഞാൻ ആദ്യം മുതൽ പറയുന്നത് എൻ്റെ സിറ്റി അല്ല, നെതറിലേക്ക്. നെതറിൽ എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഇനി ഇതിൽ കയറി ടെലിപ്പോർട്ടായി നമ്മൾ പോവുക, നെതറിലേക്കാണ് പോവുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ശനിയാഴ്ച 2 വീഡിയോ വരുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചാനൽ സബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. പിന്നെ എൻ്റെ ഷോർട്ട് വീഡിയോയ്ക്കും അത്യാവശ്യം വ്യൂസ് തരണം ഗൈസ്. ഓക്കെ ഗൈസ്, ബൈ. ഇപ്പം നമ്മുടെ ഇന്നത്തെ പണി കഴിഞ്ഞിരിക്കുന്നു.